Good evening and welcome. മുടന്തുന്ന വൈദ്യ വിദ്യാഭ്യാസം പ്രധാന വാർത്തകൾ. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം രൂക്ഷം. പാർലമെന്റ് മാർച്ചിൽ സംഘർഷം. 3 പേർ കൊല്ലപ്പെട്ടു. 400-ലേറെ പേർക്ക് പരിക്ക്. ഇസ്ലാമാബാദ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ. നവാസ് ഷെരീഫ് ലാഹോറിലേക്ക് മാറി. പട്ടാള മേധാവി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ബിജെപിയിലും പേയ്മെന്റ് സീറ്റ് വിവാദം. കോട്ടയത്ത് നോബിൾ മാത്യുവിനെ സ്ഥാനാർത്ഥിയാക്കിയത് പണം വാങ്ങിയാണെന്ന് സംസ്ഥാന സമിതിയിൽ ആരോപണം. സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരനും വിമർശം. മുരളീധരനെതിരായി ദേശീയ അധ്യക്ഷന് പരാതി നൽകാനും നീക്കം. അമിത്ഷാ രാത്രി കേരളത്തിലെത്തും. ജസ്റ്റിസ് പി സദാശിവം കേരള ഗവർണറാകുന്നതിൽ എതിർപ്പ്. സദാശിവം തമിഴ്നാടിന്റെ നോമിനിയാണെന്ന ആരോപണം. മുൻ ചീഫ് ജസ്റ്റിസുമാർ ഗവർണർമാരാകുന്നത് ഉചിതമല്ലെന്ന് വി എം സുധീരൻ. സദാശിവത്തെ ഗവർണറാക്കുന്നതിൽ ബിജെപി സംസ്ഥാന ഘടകത്തിനും വിയോജിപ്പ്. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിൽ നിന്ന് വീണ്ടും വിമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം രാഹുലിന്റെ മൗനമാണെന്ന് ദിഗ്വിജയ് സിംഗ്. സർക്കാരിന്റെ നേട്ടം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടെന്നും വിമർശം. അനാഥാലയ വിവാദത്തിൽ സുപ്രീം കോടതി കേരളത്തിന് നോട്ടീസ് അയച്ചു. നോട്ടീസ് അമിക്കസ് ക്യൂറി അപർണ ഭട്ടിന്റെ റിപ്പോർട്ടിന്മേൽ. കേരളം നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി. ഏത് സമയത്തും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് മലപ്പുറത്തെ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിന് വേണ്ട സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഇവിടുത്തെ രോഗികളുടെ പ്രധാന ആശ്രയം വരാന്തകളും കട്ടിലിന് താഴെയുമുള്ള സ്ഥലങ്ങളാണ്. സർജിക്കൽ വാർഡിലും പ്രസവ വാർഡിലുമെല്ലാം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് രോഗികൾ കഴിയുന്നത്. മീഡിയ 1 ഇൻവെസ്റ്റിഗേഷൻ. മലപ്പുറത്തുകാരുടെ മെഡിക്കൽ കോളേജിന് അകത്തേക്ക് കയറിപ്പറ്റാൻ തന്നെ കഠിന പ്രയത്നം വേണം. മെഡിക്കൽ കോളേജിന്റെ റിസപ്ഷൻ ഭാഗത്താണ് OP ടിക്കറ്റ് വിതരണവും പരിശോധനയും. ഇവിടെ നിന്നും ഗോവണി വഴി മുകളിലെ നിലകളിലേക്ക് കയറിയാൽ ദുരിത ചിത്രങ്ങൾ കാണാം. കയറി ചെല്ലുന്നിടത്ത് തന്നെ രോഗികൾ നിലത്ത് കിടക്കുന്നു. നടന്നു പോകാനുള്ള വരാന്തകൾ നിറയെ രോഗികളുടെ കട്ടിലുകൾ. വാർഡുകളിലെ കട്ടിലുകൾക്ക് താഴെയും കക്കൂസിലേക്കുള്ള വഴികളിലുമെല്ലാം രോഗികൾ കിടക്കുന്നു. പെട്ടെന്ന് ഒഴിവാക്കേണ്ട മാലിന്യം നിറഞ്ഞ ബക്കറ്റുകൾക്കരികിലാണ് സ്ത്രീകളുടെ വാർഡിലുള്ളവർ കിടക്കുന്നത്. മാലിന്യം തരംതിരിക്കുന്നതും രോഗികൾ കിടക്കുന്നിടത്ത് വെച്ച് തന്നെ. ഗർഭിണികളുടെ വാർഡിലെ അവസ്ഥയും ഭിന്നമല്ല. ഇവർക്കും ആശ്രയം കക്കൂസിലേക്ക് നീളുന്ന വരാന്തകൾ. 1000 രൂപത്തിന് താഴെയുള്ള ഒരു വാട്ടർ ബോർഡ് പോലും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇവ കാണിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള ഒരു വീൽ ചെയർ പോയി ചോദിച്ചാൽ അവർ പറയാം ഉടനെ മറ്റുള്ള സംഘടനകൾ ആവശ്യമുള്ളൂ. വീൽ ചെയർ സർക്കാർ വീൽ ചെയറും അതുപോലെ തന്നെ വാക്കർ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ മെഡിക്കൽ ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റുള്ള നമ്മൾ ജില്ല പുറത്ത് പോയാൽ ഇതെല്ലാം സർക്കാർ മേഖലയിൽ തന്നെ കിട്ടും. 500 ബെഡ് മാത്രമുള്ള മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കൗൺസിലിന്റെ നിയമപ്രകാരമുള്ള ബെഡുകളോ ജീവനക്കാരോ ഇല്ല. ഉള്ള ബെഡുകൾ തന്നെ മൂട്ടകൾ നിറഞ്ഞ് പഴകി ദ്രവിച്ചതിനാൽ ജനലിനോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുന്നു. ജനറൽ ആശുപത്രിയും മാതൃശിശു ആശുപത്രിയും ഇല്ലാതാക്കി മലപ്പുറത്തിന് സർക്കാർ കൊടുത്ത മെഡിക്കൽ കോളേജിലെ കാഴ്ചകൾ പക്ഷേ ബന്ധപ്പെട്ടവരെ അലോസരപ്പെടുത്തുന്നു പോലുമില്ല. ഈ ദുരിതം അവസാനിപ്പിക്കാൻ പുതിയ കെട്ടിടങ്ങളാണ് ആവശ്യം. പക്ഷേ അതുണ്ടാക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും മെഡിക്കൽ കോളേജിന്റെ കൈവശം ഇപ്പോഴില്ല. മഞ്ചേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ മോനിഷ് മോഹനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1. സംസ്ഥാനത്ത് പുതുതായി ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജുകളെക്കുറിച്ചുള്ള മീഡിയ 1ന്റെ അന്വേഷണ പരമ്പരയിലെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ കണ്ടത്. ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ, സ്റ്റോറികൾ മീഡിയ 1 കഴിഞ്ഞ ദിവസങ്ങളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസം ഇങ്ങനെയാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയം ചർച്ച ചെയ്യുന്നു. തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഡോക്ടർ അനസ്, PG മെഡിക്കൽ അസോസിയേഷന്റെ പ്രതിനിധി, ഡോക്ടർ ബി ഇക്ബാൽ, പൊതുജനാരോഗ്യ പ്രവർത്തകൻ, അഡ്വക്കേറ്റ് M ഉമ്മർ MLA മലപ്പുറത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. അഡ്വക്കേറ്റ് M ഉമ്മർ, താങ്കൾ കേൾക്കാമെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് പുതിയ മെഡിക്കൽ കോളേജുകൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നു. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ എന്ന ലക്ഷ്യം മുൻനിർത്തി മലപ്പുറത്തും ഇടുക്കിയിലും പാലക്കാടുമെല്ലാം പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു. ഇത്തരം ദയനീയമായ അവസ്ഥയിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാണ് പുതിയ മെഡിക്കൽ കോളേജുകൾ? പുതിയ മെഡിക്കൽ കോളേജ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടുത്തെ മെറിറ്റിൽ വരുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് ഉടമയിൽ ആകെ ഉള്ളത് ഇപ്പോൾ 5 മെഡിക്കൽ കോളേജാണ്. ബാക്കിയുള്ളതൊക്കെ തന്നെ സ്വകാര്യ മേഖലയിലാണ്. അപ്പൊ ഇവിടുത്തെ സാധാരണക്കാരന്, പാവപ്പെട്ടവന്, മെറിറ്റ് സീറ്റിൽ വരുന്ന ആളുകൾക്ക് കുറെ അവസരങ്ങൾ ഉണ്ടായിത്തീരുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ 300 കുട്ടികൾ മെറിറ്റ് സീറ്റിൽ പുതിയ ഡോക്ടർമാർ വരിക. അതിൽ സാധാരണക്കാര്, പാവപ്പെട്ട ആളുകൾ, മിടുക്കന്മാരായ ആളുകളാണ് വരുന്നത്. അപ്പൊ ഇത് ഒരു ചെറിയ കാര്യമാണോ? മെഡിക്കൽ കോളേജുകൾ എന്നുള്ള ഗവൺമെന്റ് ആശുപത്രികളൊക്കെ തന്നെ പോരായ്മയുണ്ട്. മഞ്ചേരി ജനറൽ ആശുപത്രി അല്ല, ഏത് ഗവൺമെന്റ് ആശുപത്രി എടുത്തു നോക്കിയാലും പോരായ്മകളുണ്ട്.
50 വർഷമായിട്ടുള്ള മറ്റു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോരായ്മകളുണ്ട്, ആലപ്പുഴയിൽ പോരായ്മകളുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, എല്ലാ മെഡിക്കൽ കോളേജിലും പോരായ്മകളുണ്ട്. പക്ഷേ പുതുതായി തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജിൽ പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ മുളയിൽ തന്നെ നുള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് വളരെ നിർഭാഗ്യകരമാണ്. പാവപ്പെട്ടവന് പഠിക്കാൻ. അതോടൊപ്പം തന്നെ ഇത്തവണ നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കണം. 172 പുതിയ പോസ്റ്റുകളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഓർക്കുക, 16 പ്രൊഫസർമാർ, 17 അസിസ്റ്റന്റ് പ്രൊഫസർമാർ, 17 അസോസിയേറ്റ് പ്രൊഫസർമാർ, 4 സീനിയർ റെസിഡന്റ്മാർ, 18 ജൂനിയർ റെസിഡൻസ്, ഇങ്ങനെ 172 പുതിയ പോസ്റ്റുകളാണ് വരുന്നത്. ഇത്രയും ആളുകളുടെ ഡോക്ടർമാരുടെ സേവനം ഇവിടുത്തെ സാധാരണക്കാരായ രോഗികൾക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്യേണ്ടതിന് പകരം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 2 ആളുകൾ നിലത്ത് കടന്നു അല്ലെങ്കിൽ 10 ആളുകൾ നിലത്ത് കടന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളുടെ തള്ള അത്രമാത്ര. ഒരു തുണ്ട് ഭൂമിയില്ല എന്ന് നേരത്തെ പറഞ്ഞു. 23 ഏക്കർ ഭൂമി മഞ്ചേരി മെഡിക്കൽ കോളേജിനുണ്ട്. ആ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് നമുക്ക് ആവശ്യമായ കെട്ടിടങ്ങൾ ഘട്ടം ഘട്ടമായി പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്നും കാണാതെ നമ്മൾ ഒരു പരിമിതികളുണ്ട് എങ്കിൽ എന്തെങ്കിലും പരിമിതികൾ മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അഡ്വക്കേറ്റ് പരിമിതികൾ എന്ന് പറഞ്ഞാൽ മഞ്ചേരിയിലെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി പരിവർത്തിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആശുപത്രി ഇല്ലാതായി പകരം ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ജനങ്ങൾക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കിടയിലുണ്ട്. നിലവിൽ ആ ഒരു ആശുപത്രി ഇല്ലാതാവുകയും ചെയ്തു. പുതിയൊരു ആശുപത്രി ലഭിച്ചതുമില്ല എന്നൊരവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ ഒരു ഡോക്ടർ പോലും അവിടുന്ന് പോയിട്ടില്ലല്ലോ. നിലവിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ മുഴുവൻ പോസ്റ്റ്മോർട്ടം നിലവിലിട്ട് ഒരാളും പോയിട്ടില്ലല്ലോ. രോഗികളെ സംബന്ധിച്ചിടത്തോളം പേരാണോ വേണ്ടത് അതോ അവിടുത്തെ സേവനമാണോ ലഭിക്കേണ്ടത്? ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്കും പുറമെ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 172 പോസ്റ്റ് മുമ്പുണ്ടായിരുന്ന 50ഓ 60ഓ പോസ്റ്റുകൾക്ക് പുറമെ 172 ഗൃഹന്മാരായ PG ഡോക്ടർമാരുടെ സേവനങ്ങൾ നമുക്ക് ലഭിക്കാൻ ചെറുതായി കാണാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെയുള്ള സേവനങ്ങൾ ഇപ്പോ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷത്തിലേക്ക് കിടക്കുക. 1ഓ 2ഓ വർഷം കൂടി തീരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഡോക്ടർമാരുടെ മുഴുവൻ തന്നെയുള്ള സേവനങ്ങൾ നമുക്ക് കൊടുത്ത പാവപ്പെട്ട രോഗികൾക്ക് പ്രഗത്ഭന്മാരായ സേവനം ലഭിക്കുകയാണ്. അത് ചെറുതായി കാണാൻ പാടുള്ളൂ. അതാണ് പ്രധാനമായി നമ്മളിതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ. പരിമിതികൾ എല്ലാം നമ്മൾ പരിശോധിക്കുക. ഇവിടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ നടക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കുട്ടികൾക്ക് ലഭിക്കുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? ദയവായി തുടരുക. ഡോക്ടർ ബി ഇക്ബാൽ, യഥാർത്ഥത്തിൽ ഇതൊരു നയപരമായ പ്രശ്നം കൂടിയാണ്. ആരോഗ്യ നയം ഇല്ലാത്തതുപോലെ തന്നെ കേരളത്തിൽ ഒരു വൈദ്യശാസ്ത്ര പഠന നയം കൂടിയില്ല. രാജ്യത്തെമ്പാടും ജില്ലാടിസ്ഥാനത്തിൽ തന്നെ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ UPA സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആ അടിസ്ഥാനത്തിൽ നിരവധി മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന ധർമ്മം എന്താണ്? വൈദ്യശാസ്ത്ര പഠനമാണോ അതോ ഒരു ത്രിതലത്തിലുള്ള റഫറൽ ആശുപത്രി സംവിധാനത്തിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുടെ പദവിയാണോ മെഡിക്കൽ കോളേജിന് വേണ്ടത്? ഇതിലല്ലേ ആദ്യം ആശയ വ്യക്തത വരുത്തേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇവിടെ ഉന്നയിച്ചിരുന്നത്. പൊതുവെ ഈ ചർച്ചയിൽ പറയാത്തൊരു കാര്യമാണ്. ആ പ്രശ്നം ഉന്നയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ പൊതുവെ ഡോക്ടർമാരുടെ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യത്തില് ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളായി മാറ്റണം എന്ന എടുത്ത ഒരു തീരുമാനം കേന്ദ്ര ഫണ്ടിന്റെ സഹായത്തോടുകൂടി ഉചിതമായിരുന്നു. അതിനെ ജനകീയാരോഗ്യ പ്രവർത്തകർ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. സത്യത്തിൽ അത് നേരത്തെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ രാജ്യത്ത് വരുമായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നോക്ക ജില്ലകളിലും പിന്നോക്ക പ്രദേശത്തും സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജുകൾ തുടങ്ങുക എന്നുള്ള ആശയം താത്വികമായി തന്നെ തെറ്റാണ്. കാരണം സ്പെഷ്യലിസ്റ്റുകളുടെ ചികിത്സ ലഭിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ആരംഭിക്കേണ്ടതില്ല. പണ്ട് കാലത്ത് മെഡിക്കൽ കോളേജുകളിൽ മാത്രം ത്രിതല ചികിത്സാ സമ്പ്രദായം നിലനിന്നിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരാശയമാണത്. അതിപ്പോ മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ കോളേജുകളുടെ ലക്ഷ്യം. അപ്പൊ ചികിത്സ ലഭിക്കാണ്, സ്പെഷ്യലിസ്റ്റുകളുടെ ചികിത്സ ലഭിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശമെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രികൾ തുടങ്ങിയോ നിലവിലുള്ള ജില്ലാ ആശുപത്രികൾ കൂടുതൽ വിപുലീകരിക്കുക, താലൂക്ക് ആശുപത്രികളൊക്കെ വിപുലീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ ഇത്രത്തോളം മുതൽ മുടക്കില്ലാതെ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് കുറെ ചൂടി ഉയർന്ന ത്രിതല ചികിത്സ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും. കാരണം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ മെഡിക്കൽ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമുള്ള ധാരാളം തസ്തികൾ, അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വേണ്ടിവരും. കുട്ടികൾ താമസിക്കാൻ ഹോസ്റ്റൽ, എന്തിന് അവർക്ക് കളിക്കാനുള്ള കളിക്കളം വരെ ഒരുക്കിയെങ്കിലേ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ടുള്ള അനുമതി ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ട് സ്പെഷ്യലിസ്റ്റുകളുടെ കെയർ അല്ലെങ്കിൽ അവരുടെ സേവനം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ യഥാർത്ഥത്തിൽ നിലവിലുള്ള ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും കൂടുതൽ വിപുലീകരിക്കുകയും ഇനി അതുകൊണ്ടും നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രികൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് കൂടുതൽ ഉചിതം. മെഡിക്കൽ കോളേജുകളുടെ ലക്ഷ്യം സ്പെഷ്യലിസ്റ്റ് ചികിത്സ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതല്ല, മെഡിക്കൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. റൈറ്റ്. ഡോക്ടർ ബി ഇക്ബാൽ ദയവായി തുടരുക. ഡോക്ടർ അനസ്, ഇവിടെ ഡോക്ടർ ബി ഇക്ബാൽ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. അങ്ങനെയാണെങ്കിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു പാലക്കാട്ടും ഇടുക്കിയിലും. നാളെ അവിടെ അധ്യയനം ഒരർത്ഥത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെയെല്ലാം നിയമനം നടന്നിട്ടുള്ളത് എങ്ങനെയാണ്? എത്രമാത്രം നിയമനത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് തസ്തികകൾ? നിലവിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാരെ പുതിയ മെഡിക്കൽ കോളേജുകളിൽ മാറ്റി നിയമിച്ചാണ് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം നേടിയതെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു. പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുമ്പോഴും അവിടുത്തെ നിയമനങ്ങൾ ഏതു തരത്തിലാണ് നടന്നിട്ടുള്ളത്? നിലവിലുള്ള പുതിയ മെഡിക്കൽ കോളേജുകൾക്ക് നാളിതുവരെയായി ഫ്രഷ് അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ 5 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ, അതായത് ഈ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് 350 ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഒഴിവാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ ഒഴിവുകളൊക്കെ കാലാകാലങ്ങളായി തുടരുന്ന ഒഴിവുകളാണ്. 2006 ശേഷം നമ്മൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് പൊതുവായിട്ടുള്ള PSC നിയമനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇതുമാത്രമല്ല, 1958 പോസ്റ്റുകളാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൽ ഉള്ളത്. അതിൽ തന്നെയുള്ള 1598 പോസ്റ്റുകൾ എത്രയോ പേർ അവധികളിലാണ്. 350 പോസ്റ്റുകളിലേക്ക് നിയമിക്കുവാനാണെങ്കിൽ PSC വഴി എന്തുകൊണ്ട് നിയമനങ്ങൾ നടക്കുന്നില്ല? വർഷാവർഷങ്ങളായി ഈ ഒഴിഞ്ഞു കിടക്കുന്ന, ബഹുമാനപ്പെട്ട ഇക്ബാൽ സാർ തന്നെ ചൂണ്ടിക്കാണിയിട്ടുണ്ട്, 2007 സ്കേഴ്സിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടെന്നും ഏതൊരു സമയവും ഡോക്ടേഴ്സിന്റെ മാത്രമല്ല നഴ്സുമാരുടെയും ആൻസിലറി സ്റ്റാഫിന്റെയും 20% ഒഴിവ് ഇക്ബാൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എല്ലാ സമയത്തും മെഡിക്കൽ എഡ്യൂക്കേഷൻ രംഗത്ത് നിലവിലുണ്ട് എന്നാണ്. എന്തുകൊണ്ട് നമുക്കൊരു ഇക്ബാൽ സാർ ചൂണ്ടിക്കാട്ടിയ മെഡിക്കൽ റിക്രൂട്ട്മെന്റ് ബോർഡ് സംഘടിപ്പിക്കുകയും ഈ മെഡിക്കൽ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നമ്മുടെ പ്രഗത്ഭരായ PG പാസ്സായി ഇറങ്ങുന്ന റെസിഡന്റുമാരെ അല്ലെങ്കിൽ ഡോക്ടർമാരെ അല്ലെങ്കിൽ MBBS പാസ്സായി ഇറങ്ങുന്ന ഡോക്ടർമാരെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് ആനുവലായിട്ട് റിക്രൂട്ട് ചെയ്തുകൂടാ? ഇത്തരത്തിൽ നമ്മൾ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ആസൂത്രിതമല്ലാത്ത രീതിയിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചത് കാരണം നമ്മുടെ എല്ലാ പുതിയ മെഡിക്കൽ കോളേജുകളിലും ഈ 350 ഓരോ 100 സീറ്റിനും 168 ഫാക്കൽറ്റികളുടെ ഒഴിവുകളാണ് ഉണ്ടായി വരുന്നത്. ഈ 22 ഡിപ്പാർട്ട്മെൻറ്റുകളായി ഉണ്ടായി വരുന്ന ഈ ഒഴിവുകൾ നികത്തത്തക്ക രീതിയിൽ യാതൊരു വിധമായ നടപടികളും ആരോഗ്യ വിദ്യാഭ്യാസ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ കുറവ് പരിഹരിക്കുവാൻ, ഇത് മറച്ചു പിടിക്കുവാനായി ഞങ്ങൾ കേൾക്കുന്നത് ബോണ്ടഡ് സ്ലേവറി എന്ന് പറയുന്ന കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം ശക്തമായ സമരങ്ങളിലൂടെ നേരിട്ട ബോണ്ട് സമ്പ്രദായം തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇതിന് സർക്കാർ കനത്ത വില തന്നെ നൽകേണ്ടി വരും. റൈറ്റ്. ഡോക്ടർ അനസ്. അഡ്വക്കേറ്റ് ഉമ്മർ MLA, ഇവിടെ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന രേഖകൾ അനുസരിച്ച് സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിലായി 2020 അധ്യാപകർ വേണ്ടതാണ്. പക്ഷേ നിലവിലുള്ളത് 1639 പേർ മാത്രമാണ്. ഈ ഒരു കണക്ക് പ്രകാരം തന്നെ മെഡിക്കൽ കൗൺസിലിൻ്റെ മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ പാലിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. നിയമനങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ എത്രമാത്രമുണ്ട് പുതുതായി തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളെങ്കിലും? ഇടുക്കിയിലെയും മലപ്പുറത്തെയും അവസ്ഥ മീഡിയ വണ്ണിൻ്റെ വാർത്തകളിലൂടെ പൊതുജനം കണ്ടതാണ്. ആവശ്യത്തിന് സ്ഥലം പോലുമില്ലാതെയാണ് ഈ 2 മെഡിക്കൽ കോളേജുകളും തുടങ്ങാൻ പോകുന്നത് എന്ന വാർത്തകൾ പറയുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ധാരാളമായി പ്രവർത്തിക്കുകയും മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ. എവിടെയാണ് ആവശ്യത്തിന് സ്ഥലമില്ലാത്തത്? മഞ്ചേരി 23 ഏക്കർ ഭൂമിയുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെങ്കിൽ മെഡിക്കൽ കൗൺസിലിന്റെ നോംസ് അനുസരിച്ച് 20